നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 1:45 സർവേശ്വരകാരകനായ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രാശിമാറ്റത്തോടുകൂടി വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നതിനാൽ ചില കൂറുകാർക്ക് ദോഷഫലങ്ങൾക്ക് കുറവും ഗുണഫലങ്ങൾക്ക് വർധനവും സിദ്ധിക്കുന്നതായിരിക്കും. വ്യാഴം സന്താനകാരകനും ധനകാരകനുമാണ്. സ്വർണം, ധനസമ്പാദനം, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, കീർത്തി, ദൈവഭക്തി, ദയ, ദാമ്പത്യസുഖം, സാത്വികത, സദ്ഗതി, വിദ്യ, ബുദ്ധി, ഉത്തമ പ്രവൃത്തി, സുഖസൗഭാഗ്യാദികൾ എന്നിവയുടെയെല്ലാം കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. ഈ രാശിമാറ്റം വിവാഹം, ഭാഗ്യം, ആരോഗ്യം, സന്താനം, ജോലി, ബിസിനസ്സിലെ ഉയർച്ച, കുടുംബകാര്യങ്ങൾ, വ്യക്തിപരമായ പുരോഗതി എന്നിവയെ കൂടുതൽ സ്വാധീനിക്കുന്നതായിരിക്കും. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടിയുള്ള ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 4-ാമിടത്ത് കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഈ കൂറുകാർക്ക് ഗൃഹസംബന്ധമായി വളരെ നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത്. കുടുംബത്തിൽ നിന്ന് സന്തോഷവും സുഖസൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെയും വർധനവും സൗഖ്യവും സിദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തിലെ ഏറ്റവും മികച്ച ആളായി തോന്നുകയും കുടുംബത്തിലെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. പുതിയ ഗൃഹം മോടി പിടിപ്പിക്കുവാനും മേടിക്കുവാനോ സാധിക്കുന്നതായിരിക്കും. ഔദ്യോഗികപരമായി, അതായത് ജോലി സംബന്ധമായി നല്ല വിജയം ഉണ്ടാകുന്നതായിരിക്കും. ബുദ്ധിപരമായ പ്രവർത്തനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജോലിയിൽ ഉയർന്ന പദവിയിലേക്ക് ഉയരുവാൻ സാധിക്കുന്നതായിരിക്കും. വിദേശ സ്രോതസ്സുകൾ വഴി നിങ്ങളിലേക്ക് പണം ലഭിക്കുവാൻ വളരെയധികം സാധ്യത കാണുന്നു. വിദേശത്ത് പോയവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ നാട്ടിലേക്ക് മടങ്ങുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുന്നതായിരിക്കും. അമ്മയിൽ നിന്ന് സ്നേഹവും അടുപ്പം ഉള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ആത്മീയമായി ഉയരാൻ പറ്റിയ വളരെ നല്ല സമയമാകുന്നു ഈ രാശിമാറ്റത്തോടുകൂടി ലഭിക്കുവാൻ പോകുന്നത്. ഗൃഹത്തിൽ ആത്മീയമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിലൂടെ നല്ല ബന്ധങ്ങൾ സിദ്ധിക്കുന്നതുമായിരിക്കും. തീർച്ചയായും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹാന്തരീക്ഷം ശോഭനീയവും ഔദ്യോഗികപരമായ ഉയർച്ചയും വിദേശ സംബന്ധമായി വളരെ നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥയും ധനാഗമനവും സിദ്ധിക്കുന്നതായിരിക്കും. ആയതിനാൽ മേടക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.